സിനിമയിൽ ദൃശ്യങ്ങളുടെ സ്വഭാവ നിർണയം ഇതിവൃത്തവുമായും കഥാഭാവവുമായും കഥാപാത്രങ്ങളുടെ ഫിലോസഫിയുമായും ഒക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഭാവനാശാലിയായ ഒരു ഛായാഗ്രാഹകന്റെയോ സംവിധായകന്റെയോ കയ്യിൽ ലെൻസ് കേവലം ഒരു ഉപകരണമല്ല. ചിത്രകാരന് ബ്രഷ് പോലെ, എഴുത്തുകാരന് തൂലിക പോലെ, സംഗീതജ്ഞന് വീണ പോലെ, കലാഹൃദയമുള്ള ഒരു ഛായാഗ്രാഹകന്റെ കയ്യിൽ ലെൻസ് ദിവ്യമായ ഒരു സൃഷ്ടിയന്ത്രമാകുന്നു. ടെലി ലെൻസിൻ്റെ വളരെ നല്ലൊരു ഉപയോഗമാണ് അരവിന്ദേട്ടൻ്റെ കാഞ്ചന സീത എന്ന് പറയുന്ന സിനിമയിൽ ഈ രാമൻ സീതയെ പിന്നെ കാണാതെ ഇങ്ങനെ കുറേ കാലത്തെ ഇതിന് ശേഷം ഈ സരയൂ നദിയുടെ കരയിലിങ്ങനെ സീത സീത എന്ന് വിളിച്ചിട്ട് മുന്നോട്ട് ഓടി വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഷോട്ടുണ്ട്. രാമൻ ഇങ്ങോട്ട് മുമ്പോട്ട് ഓടി വരുന്നുണ്ടെങ്കിലും വാട്ട് വി ഫീൽ ഈസ് ദാറ്റ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു കം ഫോർവേഡ്. നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് ഓടുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് എഫക്റ്റീവ്ലി കൺവേയിങ് ഹിസ് പിന്നെ ആ സന്ദർഭത്തിലുള്ള ഒരു മനസ്സിൻ്റെ വ്യഥയെ കാണിക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് ആ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ഇതിൻ്റെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? Master Prime is the new generation lenses, also from Carl Zeiss. Same company, Carl Zeiss, but this is the latest generation lenses. This has got an opening of T1.3, which enables you to shoot in low light. നേരത്തെ നമ്മൾ കണ്ട ലെൻസിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1.9 ആണ്, ഇത് 1.3 ആണ്. എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ലൈറ്റ് ആവശ്യമുണ്ട് എക്സ്പോസ് ആവാൻ. ഇതിന് അതിനേക്കാൾ കുറവ് 1.3 മതി എക്സ്പോസ് ആവാൻ. അപ്പം ഒരു ക്യാൻഡിൽ ലൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ക്യാൻഡിൽ ലൈറ്റിൽ വരെ ഇമേജ് എക്സ്പോസ് ആവും. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഗ്ലാസ്സുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേതിനേക്കാൾ നേരത്തെ കണ്ട ലെൻസിനേക്കാൾ ഹെവിയാണത്. ഇപ്പോൾ ചെറിയ ക്യാമറയിൽ ഇപ്പോൾ 5D 7Dയിലൊക്കെ ഇത് അറ്റാച്ച് பண்ணலாம் അല്ലേ? അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഈ 5D ക്യാമറ ഇതിൻ്റെ പുറകിലിരിക്കണം കണ്ടു കഴിഞ്ഞാൽ ഒരു പല്ലി ചുമരുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന മാതിരി ഉണ്ടാവും. ക്യാമറ ഇതിനേക്കാൾ ചെറുതായിരിക്കും, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കൂടുതൽ ഹെവിയാണ്. അപ്പോൾ പ്രത്യേകം സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി. ആക്ച്വലി ഇത് ഡിസൈൻ ഫോർ ആരി 3 ആണ്. മാസ്റ്റർ പ്രൈം ലെൻസസ് ആരിഫ്ലെക്സ് കമ്പനിക്കാരും കാൾ സീസ് കമ്പനിക്കാരും കൂടെ ജോയിൻ്റായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ലെൻസാണ് ഈ മാസ്റ്റർ പ്രൈം എന്ന് പറയുന്ന ലെൻസ്. അതായത് അത് ഒരു സെറ്റ് ഓഫ് ലെൻസസ് ആണ്. അതായത് 12 മില്ലിമീറ്റർ തൊട്ട് 150 മില്ലിമീറ്റർ വരെയുള്ള 16 ലെൻസസ് ആണ് ടോട്ടൽ ആ സെറ്റിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈം ലെൻസാണ്. അതേസമയത്ത് അപ്പർച്ചർ കുറച്ചും കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് 1.3 ആണ് അതിൻ്റെ അപ്പർച്ചർ. അതായത് കൂടുതൽ ലോ ലൈറ്റിൽ നമുക്ക് അതിൻ്റെ ഷോട്ട് എടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഇലക്ട്രോണിക്കായിട്ട് ഇതിൻ്റെ ലെൻസ് ഡാറ്റ സിസ്റ്റം ഉള്ളതാണ്. അപ്പോൾ ഈ ലെൻസിൽ നമ്മൾ ഏത് സ്ഥലത്ത് ഫോക്കസ് ചെയ്യുന്നത്, ഏത് സ്ഥലത്ത് നമ്മൾ എത്ര ഡയഫ്രം വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ലെൻസിൻ്റെ ഡെപ്ത് ഓഫ് ഫോക്കസ് എത്രയാണ്. അപ്പോൾ ഇത് മുഴുവനും ഈ ലെൻസ് ഡാറ്റ സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീഡിയോ അസിസ്റ്റൻ്റ് ക്യാമറമാന് കാണാൻ പറ്റും. TL മൗണ്ട് വന്നതിന് ശേഷം എല്ലാ ക്യാമറകൾക്കും മൗണ്ട് ജനറലൈസ് ചെയ്തു, എല്ലാത്തിനും കോമൺ സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ എല്ലാ ലെൻസുകളും എല്ലാ ക്യാമറകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു റെഡ് ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഈ ലെൻസുകൾ യൂസ് ചെയ്യാം. ഫോക്കസ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയും ലോ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അത്രയും ഷാർപ്പായിരിക്കും ഈ ലെൻസിലുള്ള റിസൾട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറയാറുണ്ട്, ഇപ്പോൾ സിനിമയുടെ ഒരു റൊമാൻറ്റിക് നേച്ചറുണ്ട്. ചില കാര്യങ്ങൾ കവർ ചെയ്യുക, ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൽ എല്ലാം ഓപ്പണാണ്. അപ്പോൾ നിങ്ങളൊരു സെറ്റിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെറ്റ് അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പാളിച്ചകളും എല്ലാ കുഴപ്പങ്ങളും വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സ് ഇത്തരം ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിന് അത്രയും ലോ ലൈറ്റിൽ ഇത് ഓപ്പൺ ആവും, ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുക്കുകയും ചെയ്യും. ഇത് 65 mm ആണ്, ഇത് 27 mm ആണ്, ഇത് 40 mm ലെൻസാണ്, ഇത് 100 എന്നൊക്കെ പറയുമ്പോൾ ക്ലോസപ്പ് എടുക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്. The next lens is the more
Close-up is 150 millimeter. മാസ്റ്റർ പ്രൈമിൽ ചിലപ്പോൾ നമ്മൾ കണ്ണ് ഫോക്കസ് ചോദിച്ചാൽ ചിലപ്പോൾ മൂക്ക് ഫോക്കസ് ആയിരിക്കില്ല, മൂക്ക് ഫോക്കസ് ചോദിച്ചാൽ കണ്ണ് ഫോക്കസ് ആയിരിക്കില്ല. അത്ര ഡെലിക്കേറ്റ് ആണ് ഇതിൻ്റെ ഫോക്കസ്. ആനന്ദ് സിനി സർവീസ് ഇന്ത്യയിലെ ഏറ്റവും വൈഡസ്റ്റ് റേഞ്ച് ക്യാമറകളും ഏറ്റവും അധികം ലേറ്റസ്റ്റ് ലെൻസുകളും ഉള്ളത് ആനന്ദ് സിനി സർവീസിലാണ്. നമുക്ക് അടുത്ത ലെൻസുകളിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കണ്ട ലെൻസുകളിൽ PL മൗണ്ടുള്ള ക്യാമറകളിലായിരുന്നു ആ ലെൻസുകൾ ഫിക്സ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് ഈ മൗണ്ട് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഈ ലെൻസിൽ. കോമ്പാക്ട് പ്രൈം CP2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ജനറേഷനിലുള്ള ലെൻസാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ചെറിയ ക്യാമറകളിലൊക്കെ ഇത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് ദ റേഞ്ച്? 18. This is 18 millimeter. 18mm ലെൻസാണിത്. നേരത്തെ കണ്ട 18mm ലെൻസ് ഹ്യൂജ് ആയിരുന്നു, ഇത്തിരി വലിയ സൈസായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ലെൻസിൽ 1.3 ആയിരുന്നു, അപ്പോൾ 1.3 1.9 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കൂടുതൽ ഗ്ലാസ്സുകൾ ഉള്ളിൽ വരികയും അതിൻ്റെ വെയിറ്റ് കൂടുകയൊക്കെ ചെയ്തത്. ഇത് 3.6 ആണ്. അപ്പോൾ കൂടുതൽ ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരും ഈ ലെൻസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു ബ്രൈറ്റ് സൺലൈറ്റിൽ അത്രയും 1.3 ഒക്കെ ഉള്ള ലെൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ലെൻസ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ടൊക്കെ ഉള്ള ഷോട്ടുകൾ എടുക്കാനൊക്കെ ഇത് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. ഇത് 18mm ലെൻസാണ്. ഇത് 25 ആണ്. ഈ കോമ്പാക്ട് പ്രൈമിൻ്റെ 25mm ആണ്. ഇത് 28mm, ഇത് 35mm, ഇത് 50mm, ഇത് 85mm. 85mm എന്ന് പറയുമ്പോൾ ക്ലോസപ്പ് ഷോട്ടുകൾ എടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്.